ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്രസീൽ പരാഗ്വയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ബ്രസീൽ മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. കൂടുതൽ ഗോളുകൾ നേടാൻ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു. കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഡിഫൻസ് നല്ല രൂപത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മത്സരത്തിലും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ മത്സരത്തെ കാർലോ ആഞ്ചലോട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. മത്സരം മികച്ചതായിരുന്നു, ബ്രസീലിന്റെ പ്രകടനം മികച്ചതായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഒന്ന് ബ്രസീൽ ഡൗൺ ആയി എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് നല്ല രീതിയിൽ കളിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം നടത്തി, നല്ല പൊസഷൻ ഉണ്ടായിരുന്നു, മത്സരം കൺട്രോൾ ചെയ്തത് ഞങ്ങളായിരുന്നു. പക്ഷേ കൂടുതൽ ഗോളുകൾ നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ ഒരൽപ്പം ഞങ്ങൾ സ്ലോ ആയി പോയി. പക്ഷെ മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ഗെയിം ആയിക്കൊണ്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. ഞങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം വേൾഡ് കപ്പിന് ഇനി 1 വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ 2 മത്സരങ്ങൾ കൊണ്ട് വേൾഡ് കപ്പ് യോഗ്യത നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഈ പ്രകടനം ആരാധകരെയും ഹാപ്പി ആക്കിയിട്ടുണ്ട്. ഞങ്ങളും സന്തോഷത്തോടു കൂടിയാണ് കളം വിടുന്നത്. ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു സമയമാണ്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് കാർലോ ആഞ്ചലോട്ടിക്ക് ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ മോശമല്ലാത്ത ഒരു പുരോഗതി അദ്ദേഹം ടീമിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഏതായാലും സെപ്റ്റംബർ മാസത്തിൽ ഇനി 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. ചിലിയും ബൊളീവിയയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഇതോടുകൂടി വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് അവസാനിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.